നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എ.ഐയോ അല്ലെങ്കിൽ ചൈനയിലെയോ തായ്ലൻഡിലെയോ ഒന്നും ബൊഗൻവില്ല ഗാർഡനല്ല. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചിയിൽ, നമ്മുടെ വരാപ്പുഴ അടുത്ത് ഒളനാട് എന്ന സ്ഥലത്തുള്ള ഒരു ശരിക്കും എ.ഐ ഒന്നുമല്ല, ഇത് ഒറിജിനൽ ഗാർഡനാണ്. കേരളത്തിലെ ബോഗൻവില്ല ഗാർഡനുകളിൽ ഏറ്റവും ഭംഗിയുള്ള ഗാർഡൻ, അതായത് ഒരു ഹോം ഗാർഡൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് വരാപ്പുഴയിലെ ജിമ്മിച്ചേട്ടൻ്റെ ഹോം ഗാർഡനാണ്. 43 വർഷത്തോളമായി ഉറുമ്പ് നെൽമണി ശേഖരിക്കുന്നത് പോലെ തന്നെ ശേഖരിച്ച് ഒരുപാട് വെറൈറ്റികളായി, അതിൻ്റെ എല്ലാം ഒരുപാട് മദർ പ്ലാന്റുകളുമുള്ള, അതെല്ലാം സെയിലിനുള്ള ഒരു വെറൈറ്റി ഗാർഡനാണ് ആൽപൈൻ റോസ് ഗാർഡൻ. നമ്മളൊരു ബോഗൻവില്ലയെ സ്നേഹിക്കുന്ന ആളാണ്. നമുക്ക് അടുത്ത വർഷം, അതായത് ഈ പറയുന്ന മഴ കഴിഞ്ഞിട്ടുള്ള സീസണിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു വീഡിയോയാണ് ഈ വീഡിയോ. കാരണം നമ്മൾ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോടുകൂടി തന്നെ സെയിൽ ആരംഭിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വെറൈറ്റികൾ, ഏറ്റവും കരുത്തുള്ള തൈകൾ പൂക്കളുടെ തുടക്കത്തോടു കൂടി തന്നെ നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതിലും ഭേദം ഇപ്പം തന്നെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുക. ഇവിടുത്തെ മദർ പ്ലാന്റുകളൊക്കെ സെയിലുള്ളത് തന്നെ വലിയ വലിയ ചെടികൾ നമ്മളിപ്പോൾ ഒരു ഹൗസ് വാമിങ്ങിനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ് ഹൗസ് വാമിങ്ങിന്, അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നു. കാരണം എല്ലായിടത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കരുത്തോടു കൂടിയുള്ളത് കിട്ടുന്നില്ല. കാരണം അതെല്ലാം കൽക്കട്ടയിൽ നിന്നും പൂനെയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തതാണ്. ഇതിവിടെ വീട്ടിൽ വളർത്തി നമ്മുടെ കാലാവസ്ഥയിൽ 10-40 വർഷമായിട്ട് ആൾ കളക്ട് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരോ ചെടികളാണിത്. നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ സേവ് ദ ഡേറ്റ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഡേറ്റ് ഓർത്ത് വെക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ബൊഗൻവില്ല ഗാർഡൻ്റെ സേവ് ദ ഗാർഡൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. കാരണം നമുക്ക് ഒരു ഗാർഡൻ ഇഷ്ടപ്പെട്ടു, അവിടെ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ സീസണല്ല, സീസൺ കഴിയുമ്പം അവിടെ പോയി വാങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ നമ്പറെല്ലാം സേവ് ചെയ്ത് വെച്ച് സീസൺ ആകുമ്പം ആ ഗാർഡനിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് പോവുക, പർച്ചേസ് ചെയ്യുക. കാരണം ആദ്യം വാങ്ങിയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുള്ളതായി നമുക്ക് കിട്ടും. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റികളും ആദ്യം തന്നെ തീർന്നു പോകും. കുറേ കഴിയുമ്പോഴത്തേനും അതിൻ്റെ എല്ലാം തിരുവാണ് കിട്ടുക. അപ്പം ഏറ്റവും നല്ലതായി നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സേവ് ദ വീഡിയോ അല്ലെങ്കിൽ സേവ് ദ ഗാർഡൻ. എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന സ്ഥലത്താണ്. വരാപ്പുഴയിൽ പുത്തൻപള്ളി ഒളനാട് ാണ് നമ്മുടെ ഈ ഗാർഡൻ ഉള്ളത്. എൻ്റെ പേര് ജിമ്മി കല്ലൂർ എന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ സ്റ്റോക്കുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അതായത് ആൾക്കാർക്ക് ഇതിൻ്റെ ഭംഗി കണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറ്റും. അതാണ് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും, വാങ്ങാനും പറ്റും. അവരുടെ രീതിയിൽ ഇപ്പം നമുക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ സാധിക്കും. കേട്ടാ, ഇവിടെ വരുന്നതാണ് സന്തോഷം. അതെ, വരുന്നതാണ് നമുക്ക് സന്തോഷം. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും മനസ്സിലാക്കി കൊടുക്കാമല്ലോ. ഈ മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. എന്നും പൂക്കളാണ്. അതെ 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 അതെ, കാണാനും നല്ല ഭംഗിയുണ്ട്. അതെ, നല്ല ഭംഗിയാണ്. പോയാലും പെട്ടെന്ന് മരമായി അല്ലേ? ഇത് നല്ല മരമാണ്. അതെ, ഇതേപോലെയുള്ള മരങ്ങളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതല്ലേ, നമുക്ക് സെയിലുണ്ടല്ലേ? പിന്നെ നമുക്ക് താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മിക്ക നഴ്സറികളിലും മദർ പ്ലാന്റ് കൊടുക്കത്തില്ല. നമുക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മദർ പ്ലാന്റുകൾ ഉണ്ട്. എന്തെന്ന് പറഞ്ഞ ഇപ്പൊ ഒരുപാട് വർഷമായില്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ള വെറൈറ്റികൾ ഉണ്ട് നമുക്ക്. ഇന്നാൾ കഴിഞ്ഞ ദിവസം ഒരു വളരെ പഴക്കമുള്ള ഒരു 3-4 വലിയ പ്ലാന്റുകൾ, റോമ വെരിക്കറ്റഡ് അതേപോലെയുള്ള പ്ലാന്റുകൾ ഇവിടുന്ന് കൊടുത്തായിരുന്നു. അവിടെ നിറയെ പൂക്കളാണ്. അവർക്ക് സന്തോഷമാണ്. അല്ല, അവർക്കൊന്നും ചെയ്യണല്ലോ, നേരെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു ഹൗസ് വാമിങ്, അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ചെടികൾ പൂവോട് കൂടിയിട്ട് നമുക്ക്. അതെ, അതെന്ന് പറഞ്ഞാൽ ഈ ഹൗസ് വാമിങ്ങും പിന്നെ പ്രസന്റേഷൻ അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഇപ്പൊ ഏൽപ്പിക്കുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന്റെ ആ മുഹൂർത്തത്തിൽ ഇങ്ങനെ നല്ല ചെടി പൂവോടുകൂടി പൂവോടുകൂടി എത്തുമ്പോഴേക്കും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വേറെ ലെവലായി പോകും. അതെ, വീട് തന്നെ മാറിപ്പോവും. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഞങ്ങള് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് ആ വീട്ടിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്കിപ്പോ ഒരു ഓർഡർ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ട്, നമുക്കിപ്പോ കണ്ടു, വീഡിയോ കണ്ടു, താല്പര്യപ്പെട്ടു, അപ്പൊ നമുക്ക് ഒരു ചെടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുകയാണോ അതോ വാട്സപ്പ് ചെയ്യാണോ? ആദ്യം വാട്സപ്പാണ്. അതെ, അപ്പൊ നമുക്ക് പിന്നീട് നോക്കിയിട്ടാണെങ്കിലും മറുപടി കൊടുക്കാം. വാട്സപ്പ് ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് അവർക്ക് ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ലൈവായിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ കോൺടാക്ട് ചെയ്യുന്നവർ കൂടുതലും വാട്സപ്പ് ചെയ്താൽ അത്രയും നല്ലത്. അതെ, വാട്സപ്പിലാണ് ഏറ്റവും നല്ലത്. ഗുഡായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് കുറെ തൈകള്, അതായത് തൈ എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഈ കാണുന്ന നല്ല എല്ലാം നല്ല 3-4 വർഷമെത്തിയ നല്ല പ്ലാന്റുകളാണ്. ഓരോ വർഷങ്ങളിങ്ങനെ വയസ്സ് കൂടുന്തോറും ഇതിന്റെ പൂക്കള്
ഭംഗിയും കൂടും, ഭംഗിയും കൂടും, പൂവും നല്ലതായിരിക്കും. പിന്നെ ആ ചെടി ഒരിക്കലും നശിച്ചുപോയില്ല. ഓക്കെ അങ്ങനത്തെ രീതിയിലാണ് ഈ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ തന്നെ പ്രകാശമില്ലായിപ്പം. അതെ അതെ, കണ്ടില്ലേ, നല്ല പുത്തൊലഞ്ഞ് നിൽക്കുകയാണ് എല്ലാം. ശരിക്കും ഇവിടെ എല്ലാ ദിവസവും ഫ്ലവർ ഷോ തന്നെയല്ലേ? അതെ അതെ, നമുക്ക് എന്നും ഫ്ലവർ ഷോ ആണ്. അതെ അതെ, ശരിക്കും ഞാൻ വന്നപ്പം ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പല വീഡിയോയും തായ്ലൻഡിലെ അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ ആയിരിക്കും. പക്ഷേ അതൊക്കെ കണ്ട് നമ്മളിവിടെ ഞെട്ടി. അതെ അതെ, നമ്മളുടെ ഒരു കഠിന പ്രയത്നം ഉണ്ട് ഇതിനകത്ത്. അതെ അതെ. എന്നാലും നമ്മളെപ്പോഴും ഇതിന്റെ ചേരയുണ്ട്, ഇതിന്റെ കൂടെ ഉണ്ട്. അതാണ് അത്. ബ്രിസ പിങ്കിന്റെ വെറൈറ്റിയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. കുറച്ച് മുള്ളൊക്കെ കുറച്ച് കുറവുണ്ട് ഇതിന്. അതെ, എല്ലാം എപ്പോഴും ഒരു ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ കിടക്കുന്നത്. ബ്രിസ റെഡ് പോലെ തന്നെ പീച്ചും ഹിറ്റ് തന്നെയാണല്ലേ? അതെ അതെ. പിങ്ക് ഇത് അടർണയുടെ വെറൈറ്റിയാണ് കേട്ടോ. അടർണ ഇപ്പൊ നല്ല ഡിമാൻഡുള്ള. അതെ അതെ, അതുമ്മ ഒരുപാട് കളറുകൾ വരുന്നുണ്ട്, അതാണ് അതിന്റെ ഡിമാൻഡ്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അടർണയുടെ തന്നെ ഒരു ഗോൾഡ് വെറൈറ്റിയാണ്. ഗോൾഡ് വെറൈറ്റി, അതിൽ കൂടുതൽ യെല്ലോ കൂടി വരും. അതെ അതെ, യെല്ലോ കൂടുകയും ചെയ്യും. കുറച്ച് വലിയ പൂക്കളായിരിക്കും, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന്റെ നല്ല നിറയെ പൂവുള്ള അതിന്റെ തൈകളുണ്ട്. ഒരു 2.5 അടി 3 അടി വരെയുള്ള. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണല്ലേ? അതെ അതെ, നമുക്ക് സെയിലിനുള്ളതാണ്. അതെ, ഇത് ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈ യെല്ലോ അല്ലേ? അതെ അതെ അതെ. ഇത് നമ്മുടെ മഹാറാണി. അതെ, അത് മഹാറാണി. അതെ, നല്ല ഭംഗിയാണ്. അതൊരു പ്ലാന്റ് ഒന്ന് വലുതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടെ ഭംഗി വരും. അതെ അതെ അതെ. മഹാറാണി ഇപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണല്ലേ? കുറച്ച് നാളായെങ്കിലും ഇപ്പോഴും ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അതെ, ഡിമാൻഡ് ഉണ്ട്. അതിന്റെ തൈ പിടിപ്പിച്ചിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതെ അതെ. നമുക്കിവിടെ സക്കുരയുടെ വെറൈറ്റി ആണ് കേട്ടോ. സാധാരണ എല്ലായിടത്തും വലിയ പൂക്കളാണല്ലോ. ഇത് എൻ്റെ ഒറിജിനൽ വെറൈറ്റിയാണ് കേട്ടോ. ഇത് സക്കുരയുടെ ഒറിജിനൽ വെറൈറ്റിയാണ്. നല്ല ചെറിയ പൂക്കളായിരിക്കും, ഭയങ്കര മനോഹരമായിരിക്കും ഈ ഒരു വെറൈറ്റി. നല്ല ചെറിയ ചെറിയ കുനുകുനാ. അതെ അതെ, ആ ഇനത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അതെ അല്ലേ? ആ വെറൈറ്റിയും ഇനവും ഗുഡ് വെറൈറ്റീസുകളാണ്. അതെ അതെ, നല്ല എല്ലാം പരിണാമം അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ല, ഒറിജിനൽ വെറൈറ്റിയാണ്. അതെ, മറ്റേന്ന് പറഞ്ഞാൽ കുറെ വലുതായി പോകും. ഇത് അതിന്റെ ശരിയായ രീതിയാണ്. ഇത് ഹാങ്ങിങ് ബോട്ടിലും നമുക്ക് വെക്കാം, ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല റെഡ് കളർ. അതെ അതെ, ബോട്ടിലും വെച്ച് കഴിഞ്ഞാൽ. അതെ അതെ അതെ, സക്കുറ ബെല്ലാക്കനല്ലേ? അതെ അതെ. ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണത്, സൺറൈസ് വൈറ്റ് അല്ലേ? അതെ അതെ, കുനുകുനാ പൂക്കളാണ്. അതെ അതെ, നിറച്ചും പൂക്കളാണ്, എനി ടൈം പൂക്കളാണ്. പിന്നെ ആ ഒരു പച്ചയും വെള്ളം കൂടെ വരുന്ന ഉണ്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. 2-3 വെറൈറ്റികൾ അങ്ങനെയുണ്ട്. അതെ അല്ലേ? അതെ, നല്ല ഭംഗിയുണ്ട്. അതെ അതെ. ഇത് നമ്മുടെ ചില്ലി ഐസ്ക്രീമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഹാങ്ങിങ്ങിലൊക്കെ നല്ല ഭംഗിയാണിത്. അതെ, നിറയെ പൂക്കളുണ്ടാകുന്നു. അതെ, എന്നും അതിന്റെ പൂക്കള് ഇന്നേ വരെ അതൊന്ന് ഡിമ്മായിട്ടില്ല. അതെ, നല്ല പൂക്കളാണ്. കളർ കോമ്പിനേഷൻ അടിപൊളി. അതെ 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 അതെ. പിന്നെ തൈകൾ നമുക്കുണ്ടല്ലേ? ഉണ്ട്, നമുക്ക് ഇരിപ്പുണ്ട്. നല്ല വലിപ്പമുള്ള തൈകൾ ഇരിപ്പുണ്ട്. എടുത്തിട്ട് വന്നേ. അതെ, ഇതാണ് മിസ് വേൾഡ്. ഇത് ശരിക്കും നാളത്തെ വീഡിയോയിലെ കാവടി പോലെ തന്നെ. അതെ അതെ അതെ, ഇത് കണ്ടില്ലേ, നിറയെ പൂവാണ്. ഇതെല്ലാം ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ഇത്രയും വലിയ സന്തോഷം വരണ്ടാവില്ല. ഇതാ കളർ കോമ്പിനേഷൻ അടിപൊളിയല്ലേ? അതെ അതെ. ഇതേപോലെ അത്യാവശ്യം കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് ഇരിപ്പില്ലെങ്കിലും കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ മിസ് വേൾഡ് തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ അനുയോജ്യമായിട്ട് കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു 1.5 പ്ലാന്റ് ആയി. അതെ അതെ അതെ. അധികം ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല. നമുക്കിതെല്ലാം ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കേട്ടാ. ഇനി അല്ലാതെ പാഴ്സൽ സർവീസും വേണ്ടി ചെയ്യാം. ഇങ്ങോട്ട് തിരിച്ചെടുത്തോ. അതാണ് അത് തന്നെ. ഇത് ഫ്ലെയിം ശരിക്കും ഇത് നമ്മളിങ്ങനെ എടുത്ത് കാണുമ്പോൾ അതിന്റെ ആ ഭംഗി അറിയാലേ? അതെ അതെ, എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഓരോന്ന് ഈ കൂട്ടത്തിലിരിക്കുന്നേക്കാളും അതെ അതെ ഒരെണ്ണം മാത്രമായിട്ട് വരുമ്പോഴത്തേനും അതെ അതെ ഭംഗി തന്നെ ശരിക്കും. അതെ അതെ, വേറെ ലെവലായി. അതെ, ഒരു 3 അടിയോളം. അതാണ് നല്ല പ്ലാന്റാണ്. അതെ, ഇതിനകത്ത് നല്ല പോട്ടിംഗ് മിക്സറാണ് ഇട്ടേക്കുന്നത്. നിറച്ച് പൂക്കള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നിൽക്കൂല. ഇത് വേറെ ലെവലായി. അതെ അതെ, കാവടിന്റെ ഒരു ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ് അല്ലേ? അതെ അതെ.
ഓക്കെ, നമുക്ക് ഇതൊക്കെ വിൽപ്പനയ്ക്കും ഉണ്ട് 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 നമുക്കുണ്ട്. സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇവിടെ. വല്ല വീട് താമസമോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ വെക്കാനും, പിന്നെ ഈ പ്രായമായ അമ്മമാരും ഒക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതേപോലെ ഒരു 2-3 ചെടി ഒക്കെ മക്കൾക്ക് പ്രസന്റേഷൻ ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. രാവിലെ വൈകുന്നേരം. അതെ അതെ അതെ. ഇപ്പൊ വീട്ടില് ആളില്ലാത്ത മക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊരു മാനസിക സന്തോഷവും. അതെ, ഓരോ ദിവസവും മൊട്ട് വിരിഞ്ഞു. അതെ അതെ, വിരിഞ്ഞും അവര് അതിനെ പരിചരിച്ചും കാര്യങ്ങളൊക്കെ സമയം പോക്കാണല്ലോ. അവരുടെ മനസ്സ് വളരെ സന്തോഷം എടുക്കാൻ. ഒരു വൈറ്റ് എടുത്ത അതെ അതെ, ഇത് വൈറ്റ് ആണ്. നല്ല ഗുഡ് പ്ലാന്റ് അത്. നല്ല നിറയെ പൂക്കളാണ് കേട്ടോ, നിറച്ച് പൂക്കളാണ്. ഇതൊക്കെ ഒരു 3, 4, 5 വർഷം എത്തിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും പൂക്കള് കേട്ടോ. നമുക്ക് വെറൈറ്റി ഇത് സൺറൈസിന്റെ വെറൈറ്റി ആണ്. സൺറൈസ് വൈറ്റ് ആണല്ലേ? സൺറൈസിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്, അതിനകത്ത് പെട്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഗുഡ് പ്ലാന്റ് ആയിരിക്കും. പ്യുവർ വൈറ്റ് അല്ലേ? അതെ 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 അതെ, അടിപൊളി. ഓക്കെ. ഇതാണ് ബ്ലൂബെറി പ്ലാന്റ് കേട്ടാ. നല്ല ഒന്ന് ചരിച്ച ദിവസം കണ്ട, നിറച്ച് കുട പോലെ നിൽക്കും, നിറയെ പൂവ് ഉണ്ടാവും. ഇത് പൂ പോയാൽ അപ്പം തന്നെ വീണ്ടും വീണ്ടും വരും. അതെ, നല്ല ഒരു നല്ല ബുഷിയാണ്. അതെ 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 അതെ, നമ്മൾ വന്ന ടൈം കറക്റ്റ് ആണ്. അതെ 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 അതെ, എല്ലാം നിറച്ച് പൂ നിൽക്കണേ. അതെ 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 അതെ, കൊള്ളാം, നിറച്ച് പൂക്കളാണ്. അടിപൊളി. എടുത്തു വെക്കുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള. അതെ 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 അതെ. ഓക്കെ, ഇതിങ്ങനെ നിറച്ച് നിറയെ പൂക്കളാണ്. അതെ അതെ, പൂക്കൂടെയാണല്ലോ. അതെ അതെ അതെ, പൂക്കൊട്ടയാണ്. പൂക്കൊട്ട നിറച്ചും പൂവാണ്. ഇതൊക്കെ നമ്പർ 1 പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഫൈൻ പ്ലാന്റുകളാണ് ഞങ്ങൾ സെലക്ഷൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഗുഡ് വെറൈറ്റിയാണ്. അടിപൊളി. ഓക്കെ, പ്ലാന്റുകൾ ഒരു ചെട്ടി. അതെ അതെ, ഇതൊരു 4 വെറൈറ്റി ഉണ്ട് കേട്ടോ. ചില്ലി ഐസ്ക്രീം, പിന്നെ ഫ്ലെയിം റെഡ്, എന്താണ് ഹവായി മെറൂൺ, പിന്നെ എന്താണ് ഫയർ ഉണ്ട്. അങ്ങനെ 4 കളറും കൂടിയുള്ള ചട്ടിയാണ് കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 4 കളറുകൾ. ഫ്ലാറ്റിലുള്ളവർക്കും അതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഒറ്റ ചട്ടി തന്നെ 5 പൂക്കൾ വെക്കാൻ പറ്റും. ശകരങ്ങളായിട്ട് വരും പൂക്കൾ കേട്ടോ. ബുഷായിട്ട് വരും, നല്ല ബുഷായിട്ട് വരും. ഇനി നമുക്ക് പൊക്കി കെട്ടണമെങ്കിൽ നമുക്ക് പൊക്കി എങ്ങനെ വേണേലും ചെയ്യാം. അതെ അതെ. സക്കൂറയുടെ ആ ഒരു ഇതും കൂടെ ഒന്ന് കാണിക്കുമോ? കാണിക്കാം. തപസ്യ സക്കുറ എന്നാണ്. വലിയ പ്ലാന്റ് ആണല്ലേ. ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒറിജിനൽ സക്കുറയുടെ പൂക്കളാണ് കേട്ടോ. ചെറിയ പൂക്കളാണ് എല്ലാം. നല്ല ഭംഗിയുള്ള ചെടിയാണ്. നമ്മളെ ഒരു ഗോൾഡൻ പെട്രോ ബാമ്പിനെ പറഞ്ഞില്ല? അതെ അതെ, അതൊന്ന് ഇത് നല്ല നല്ല സ്റ്റൈലിൻ ചെടിയാണ്. ഇതൊരു ആനച്ചന്തമുണ്ട്. അതെ 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 അതെ, എൻ്റെ ലീഫുകളും എല്ലാം നല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ല ഷോയാണ് ഇത്. ഇലക്കാണ്, പൂവില്ലെങ്കിൽ പോലും ലീഫും എല്ലാം ഗോൾഡൻ പെട്രോ ബാമ്പിനോ നല്ല വെറൈറ്റിയാണ്. ഇതൊരു അടിപൊളി. അതെ അതെ, നല്ല രസമുള്ള വെറൈറ്റി.